ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ഇല്ലാത്ത കമലേശ്വരം തറവാട്ടിലേക്ക് കരുണ സന്തോഷത്തോടു കൂടി തിരികെ എത്തുന്നു. ഇനി കമലേശ്വരത്തെ മഹാറാണിയായിട്ട് വാഴാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് കേട്ടോ കരുണ തിരികെ എത്തിയിരിക്കുന്നത്. തുടർന്ന് കരുണ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നൊന്നും കരുതിയില്ല. അയാളെയും അവളെയും വേർപെടുത്താനായിട്ട് എൻ്റെ അച്ഛനും മേക്കേട്ടനും ഉൾപ്പെടെ എല്ലാവരും എന്തൊക്കെ ചെയ്തു. ഇപ്പോൾ അവളായിട്ട് തന്നെ അതിനൊരു കാരണമായി തീർന്നു. അവളെ വിവാഹം കഴിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ അയാൾക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും എന്നെല്ലാം കരുണ പറയുമ്പോൾ, നീ ഒരമ്മയാകാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ തുടങ്ങിയതാണ് അവരുടെ മനസ്സ് ആടി ഉലാനായിട്ട്. കണ്ണേട്ടനെ കൊണ്ട് ഈ ജന്മം അവർക്കൊരു ദാമ്പത്യ സുഖം ഉണ്ടാവില്ല എന്നും അവർക്കറിയാം എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, എന്തിലും ഫിനാൻസിയേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇതിനിടയിൽ ആരുടെ പിന്നാലെയായിരിക്കും അവൾ പോയത്? ഇനി കണ്ണേട്ടൻ അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ കൂടി തിരികെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ പരിതാപകരമായിരിക്കും അവളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയും ഉണ്ണിയും കൂടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ദുർഗ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ആശ്വാസമായത്. മോളും ഉണ്ണിമോനും ഒരുമിച്ച് ജീവിക്കാൻ തടസ്സമായി നിന്ന അവളെ ദൈവമായിട്ട് തന്നെയാണ് ഇവിടുന്ന് ഓടിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. നമ്മൾ കൂടെ കൂടെ അവൻ്റെ മനസ്സിന് ചൂട് പിടിപ്പിക്കണം. അവനവളെ കൈവെള്ളയിൽ കൊണ്ടുവച്ചാണ് നടന്നത്. പെട്ടെന്നൊന്നും അവളെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവനെല്ലാം മറന്ന് അവളെ തിരികെ വിളിച്ചുകൊണ്ട് വരുമോ, അതിനൊരവസരം ഉണ്ടാകരുത് എന്നെല്ലാം ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവരോട്. ഇനി എൻ്റെ മോളെ കൂടി ആ സാഗറിൽ നിന്നും വേർപിരിച്ച് ഇവിടേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരവസരം നീയായിട്ട് ഉണ്ടാക്കി തരണമേ എൻ്റെ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ പ്രാർത്ഥിക്കുമ്പോൾ, അതൊക്കെ നടക്കും അമ്മേ. മഞ്ജുവും ഇതുപോലെ തന്നെ തിരികെ വരും. ആ സാഗർ ഒരു ചതിയനാണ്. ഒരുപക്ഷെ അവൻ തന്നെയായിരിക്കും അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അല്ലെങ്കിൽ അവർക്കിപ്പോൾ രക്ഷകനായിട്ട് ഒരുത്തൻ അവതരിച്ചിട്ടുണ്ടല്ലോ, മാർക്കോ, അവനെയും സംശയത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, ഇതിന് നിങ്ങളുടെ വീടാണ്. മഹാലക്ഷ്മി കൂടെ ഇല്ലെങ്കിൽ പിന്നെ കണ്ണൻ പാതി ചത്തതുപോലെയാണ്. മോൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മഹാറാണിയായി ജീവിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ദുർഗ കരുണയോട്. അങ്ങനെ ശത്രുക്കൾ മഹാലക്ഷ്മിയും കണ്ണനും വേറെ പിരിഞ്ഞു എന്ന് വിശ്വസിച്ച് മതിമറന്ന് സന്തോഷിക്കുകയാണ്. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു. തുടർന്ന് എന്തൊക്കെയാണ് കണ്ണേട്ട അവിടുത്തെ വിശേഷങ്ങളെന്ന് മഹി ചോദിക്കുമ്പോൾ, കരുണ ഇപ്പോൾ തൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് ഭരണം ആരംഭിച്ചു കഴിഞ്ഞു. തന്നെ അപമാനിച്ചുകൊണ്ടുള്ള അവരുടെയൊക്കെ മുന വെച്ചുള്ള സംസാരം കാണുമ്പോൾ എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞാലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. തൻ്റെ പ്രസവം കഴിയുന്നത് വരെയുള്ളൂ അല്ലേ ഉള്ളൂ ഇതിനൊക്കെ ആയുസ് എന്ന് കരുതുമ്പോൾ പിന്നെ വേണ്ടാന്ന് വയ്ക്കും എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, എന്തായാലും കണ്ണേട്ടൻ സൂക്ഷിക്കണം. കണ്ണേട്ടനെയും അവർ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുമോ എന്നെനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോൾ, അതോർത്ത് താൻ പേടിക്കേണ്ട എന്നും മഹാലക്ഷ്മിയുമായിട്ട് വേർപിരിഞ്ഞ എന്നെ അവരൊന്നും ചെയ്യില്ല. അവരെ സംബന്ധിച്ച് ഞാനൊരു പൊന്മുട്ടയിടുന്ന താറാവാണ്. എന്തായാലും പ്രസവം കഴിയുന്നത് വരെയല്ലേ ഉള്ളൂ നമ്മുടെ ഈ നാടകം എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട ഒരാവശ്യവുമില്ല. അവരെ എല്ലാവരെയും അവിടുന്ന് അടിച്ചിറക്കി ശുദ്ധമാക്കി നിങ്ങളാണ് അവിടെ താമസിക്കേണ്ടത്. അതിന് പകരം കണ്ണാ, നീ ചെയ്യുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം അനന്തു പറയുമ്പോൾ, അവരെന്തൊക്കെ ചെയ്താലും എനിക്ക് അവരോട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അനന്തു. എന്തായാലും ഞങ്ങളുടെ ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കണം. അതിനു വേണ്ടിയല്ലേ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലല്ലേ നമ്മളെല്ലാവരും. അതുവരെ കാര്യങ്ങൾ എങ്ങനെയങ്ങ് പോട്ടെ, അവർ മതിമറന്ന് സന്തോഷിക്കട്ടെ. അതിന് അവസാനം നല്ലൊരു തിരിച്ചടി തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കുമാണെങ്കിൽ സന്തോഷം അടക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനുമായിട്ട് വേർപിരിഞ്ഞ് താമസിച്ചപ്പോൾ എല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ വിവാഹ ജീവിതം ഒരു പരാജയമായി പോയല്ലോ എന്നോർത്ത് ഞാൻ ആകെ വിഷമിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പാദസേവ ചെയ്ത് ജീവിച്ചവളുടെ ഉയർച്ച കണ്ടപ്പോൾ എനിക്കതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല ഉണ്ണിയേട്ട. എന്തൊക്കെ അഭിനയമായിരുന്നു അവളിവിടെ കാഴ്ചവെച്ചത്. ഒക്കെ അയാളുടെ സ്വന്തം സ്വത്തുക്കളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയായിരുന്നു. അവൾക്ക് ഇത് തന്നെ വേണം എന്നെല്ലാം കരുണ പറയുമ്പോൾ, നീ ഡോക്ടർ തന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കരുണേ, എങ്കിലേ കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്കൊരു കുഞ്ഞിനെ കിട്ടും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, നമ്മൾ നമ്മുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുമ്പോൾ അവൾ ആരുടെയെങ്കിലും കുഞ്ഞിനെ പ്രസവിച്ച് നാണം കെട്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത്
മഹാലക്ഷ്മിയെയും കൊണ്ട് ലേഖ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ കണ്ണനും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരുണയാണെങ്കിൽ ഉണ്ണിയോട് കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സെയിം ഡോക്ടറെ തന്നെയാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ മുറിയിലിരിക്കുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും ഒരുമിച്ച് കണ്ട് ഞെട്ടിവിറയ്ക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണനാണെന്നും അവർ ഇതുവരെ പിരിഞ്ഞിട്ടില്ല, എല്ലാം അവരുടെ ഒരു നാടകമാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം കരുണ അതോടുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ സന്തോഷത്തിനൊന്നും എല്ലാ തവണത്തെയും പോലെ അധികം ആയുസ്സൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്